ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, അത് മതി. താടിയ കുപിതനാണല്ലേ? അല്ല, യു രഘുത്ത്. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്, അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ. കടൽപ്പാമ്പിനെ കരപ്പാമ്പിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. ആശാനെ, മുള്ള് ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയാ കൊന്നുകളയും ഞാൻ. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാ തെണ്ടി. അത് പിന്നെ അവിടെ ആരും ഇല്ലല്ലോ. എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാം. അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തൻ. അനന്തപത്മനാഭൻ. അമ്മച്ചയല്ല. എന്നാൽ അകത്തേക്ക് പോയി പറയാ, ഉളിയന്നൂർ ആശാരി വന്നിരിക്കണു. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നും ഇല്ല. പോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ വ്രതമുണ്ട്. എന്നെ കുളിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തു പെരുകും. ഗുരുവിന്റെ സമ്മതമില്ല നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ടു കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. നിൽക്കുക. അതിനോട് ആരാ പോന്നെ? അളയാ നിൽക്ക. സിസ്റ്റേഴ്സ്, ഈ അടുത്ത് ബാലികാച്ചൻ തീരുമാനിച്ചു. നന്നായി, ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കും. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. വെളിവില്ലാത്ത മൂന്നാല് നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു രക്ഷയെ തളക്കാൻ പറ്റില്ല. രക്ഷയെ തളക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. എനിക്കും അറിയില്ല, എന്താ പറ്റി? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലിയ കുരുങ്ങി. 8 കാലിയുടെ അല്ല, ഇതേതോ 10-28 കാലിയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, രക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു.